നമസ്കാരം. ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. പുതിയുഗ കേരളം ലക്ഷ്യമിട്ടുള്ള ബജറ്റാണെന്ന് വിശേഷിപ്പിച്ചായിരുന്നു അദ്ദേഹം ബജറ്റ് പ്രസംഗം ആരംഭിച്ചത്. ധവളപത്രത്തിലെ കണക്കുകളും നിർദ്ദേശങ്ങളും ഉദ്ധരിച്ചായിരുന്നു ബജറ്റ് അവതരണം തുടങ്ങിയത്. ധനകാര്യ വകുപ്പിൻ്റെ ചുമതല കൂടി കൈകാര്യം ചെയ്യുന്ന VD സതീശൻ്റെ ആദ്യ ബജറ്റ് അവതരണമാണ് ഇന്ന് നടന്നത്. സംസ്ഥാന ബജറ്റിൽ മിഷൻ സമുദ്ര പ്രഖ്യാപിച്ചു. കരയിലും കടലിലും വികസനത്തിനായി 400 കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത്. മാരിടൈം നയം നടപ്പിലാക്കും. കപ്പൽ നിർമ്മാണശാല ആരംഭിക്കും. വിഴിഞ്ഞം തുറമുഖറയിൽ പൂർത്തിയാക്കും. സിനിമാ മേഖലയ്ക്കായി കൊച്ചിയിൽ ഫിലിം സിറ്റി വരുന്നു. ചിത്രനഗരം എന്ന പേരിലാണ് ഇത് സ്ഥാപിക്കുന്നത്. ഇതിനായി സംസ്ഥാന ബജറ്റിൽ 100 കോടി രൂപ വകയിരുത്തി. JC ഡാനിയലിൻ്റെ പേരിലാണ് ഇത് സ്ഥാപിക്കുന്നത്. ജോൺസൺ മാസ്റ്ററിൻ്റെ പേരിൽ തൃശ്ശൂരിൽ മ്യൂസിക് അക്കാദമിയും വരും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും നടപ്പിലാക്കും. 25 ലക്ഷം സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയുമാണ് നടപ്പിലാക്കുന്നത്. ആരംഭ ചെലവുകൾക്ക് 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കോഴിക്കോട്ട് MD വാസുദേവൻ നായരുടെ പേരിൽ കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കും. ഇതിനായി 50 കോടി രൂപ മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചു. കഥകളി, കൂത്ത്, മാർഗംകളി, ചവിട്ടുനാടകം, മറ്റ് ക്ഷേത്ര ഗോത്രകലകൾ എന്നിവയുടെ അവതരണത്തിനും പരിശീലനത്തിനുമൊക്കെ ഇവിടെ സൗകര്യങ്ങളുണ്ടാകും. വനം വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 243.8 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന ബജറ്റ്. കടുവ, പുലി എന്നിവയുടെ സെൻസസ് നടത്തി അവയെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ബജറ്റിൽ പറഞ്ഞു. സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും മാരക രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവരുമായവർക്ക് കൈത്താങ്ങായി വൺ കേരള കരുതൽ മിഷൻ പദ്ധതിയും പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാർക്ക് കാര്യമായ പ്രഖ്യാപനങ്ങളില്ലാതെ VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ്. ജീവനക്കാരുടെ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പ് പരിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പങ്കാളിത്ത പെൻഷനിൽ മാറ്റം പ്രഖ്യാപിച്ചു. പദ്ധതിയിൽ അപാകതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാറ്റം പ്രഖ്യാപിച്ചത്. അതേസമയം ശമ്പള പരിഷ്കരണ കമ്മീഷനെ കുറിച്ച് ബജറ്റിൽ പരാമർശമുണ്ടായിട്ടില്ല. വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിലും പരാമർശമുണ്ടായിട്ടില്ല. UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ ഭാവി കേരളത്തിനുള്ള ബ്ലൂ പ്രിന്റ് ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. LDF സർക്കാർ നടത്തിയ പദ്ധതികളിൽ പലതിൻ്റെയും പേര് മാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് പിണറായി വിമർശിച്ചു. കേരളം എന്തോ സാമ്പത്തിക അപകടാവസ്ഥയിൽ എന്ന സന്ദേശമാണ് ആമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. ബജറ്റ് വിഹിതം പരിശോധിച്ചാൽ അതല്ല ചിത്രം. 2000 കോടിയുടെ അധിക വിഹിതം നൽകാൻ കഴിഞ്ഞു. സാമ്പത്തിക അപകടാവസ്ഥ രാഷ്ട്രീയ ആക്ഷേപം മാത്രമാണെന്നും 6000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വച്ചാണ് LDF സർക്കാർ ഇറങ്ങിയതെന്നും പിണറായി അവകാശപ്പെട്ടു. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ T വീണയുടെ ബാങ്ക് ലോക്കറിൽ ED സംഘത്തിന്റെ പരിശോധന. തിരുവനന്തപുരം MG റോഡിലെ HDFC ബാങ്കിലാണ് പരിശോധന നടക്കുന്നത്. കേസിൽ വീണ അടക്കമുള്ളവരെ കഴിഞ്ഞ ദിവസം ED കൊച്ചിയിൽ ചോദ്യം ചെയ്തിരുന്നു. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ളവ ഹാജരാക്കണമെന്ന് ED ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ലോക്കറിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാത്ത സാഹചര്യത്തിലാണ് ഇത് തുറന്ന് പരിശോധിക്കുന്നത്. മാസപ്പടി കേസിൽ മകൾ T വീണയുടെ ബാങ്ക് ലോക്കർ തുറന്നുകൊണ്ടുള്ള ED പരിശോധനയിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേസിൽ നേരത്തെ തന്നെ അന്വേഷണം നടക്കുന്നതാണ്. വീട്ടിലെത്തിയും ED റെയ്ഡ് നടത്തി. ബാങ്ക് ലോക്കർ കാണണമെന്ന് അവർക്ക് തോന്നിക്കാണുമെന്നും പിണറായി പ്രതികരിച്ചു. നിങ്ങളും ക്യാമറയും കൊണ്ട് ചെന്ന് നോക്കൂ, മഹാകാര്യങ്ങളോ വിസ്മയങ്ങളോ ഉണ്ടാകുമോ എന്ന് നോക്കാമല്ലോ എന്നും മാധ്യമപ്രവർത്തകരോട് പിണറായി പറഞ്ഞു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. ലെബനന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ നാഷണൽ ന്യൂസ് ഏജൻസിയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത്. മേഖലയിൽ വൻ പോരാട്ടം നടക്കുന്നതായി ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചു. ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്ന് ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കി. ഇസ്രായേൽ സൈന്യം ലെബനനിൽ തന്നെ തുടരുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കിയിട്ടുണ്ട്. മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ സന്യാസിനിക്കെതിരെ വ്യാജ കേസ് ചമച്ചതിനെതിരെ കത്തോലിക്ക സഭയും മിഷണറീസ് ഓഫ് ചാരിറ്റിയും നടത്തിയ നിയമ പോരാട്ടത്തിന് ഒടുവിൽ നീതി. 2018 ശിശുക്കടത്ത് ആരോപിച്ച് പ്രതി ചേർക്കപ്പെട്ട മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ സിസ്റ്റർ കോൺസിലിയ ഉൾപ്പെടെ 3 പേരെ 8 വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കുറ്റമുക്തരാക്കിക്കൊണ്ടാണ് ജാർഖണ്ഡിലെ റാഞ്ചി സിവിൽ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. സിസ്റ്റർ കോൺസിലിയ ഉൾപ്പെടെ പ്രതി ചേർക്കപ്പെട്ട 3 പേർക്കെതിരെ വ്യക്തമായ തെളിവുകൾ സമർപ്പിക്കാൻ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടി. അറസ്റ്റിലായ സിസ്റ്റർ കോൺസിലിയയ്ക്ക് ജാമ്യം ലഭിക്കുന്നതിന് മുൻപേ 3 വർഷത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നിരുന്നു. സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് കസേരയെ ചൊല്ലി മുതിർന്ന ഉദ്യോഗസ്ഥർ തമ്മിൽ വൻ തർക്കവും നാടകീയ രംഗങ്ങളും. കോടതി വിധിയുമായി ഔദ്യോഗികമായി ചുമതലയേൽക്കാനെത്തിയ മുൻ DHS ഡോക്ടർ റീനയ്ക്ക് കസേര വിട്ടു നൽകുവാൻ നിലവിലെ ഡയറക്ടർ ഡോക്ടർ മീനാക്ഷി തയ്യാറാകാതിരുന്നതാണ് സ്ഥിതി വഷളാക്കിയത്. തർക്കം രൂക്ഷമായതോടെ പോലീസ് സ്ഥലത്തെത്തി. മുൻപ് DHS സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട ഡോക്ടർ റീന തനിക്ക് അനുകൂലമായ കോടതി വിധിയുമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി വളപ്പിലുള്ള DHS ആസ്ഥാനത്ത് എത്തിയത്. വിധിപ്രകാരം തനിക്ക് ഔദ്യോഗികമായി കസേരയിൽ ഇരുന്ന് ചുമതലയേൽക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ നിലവിലെ DHS ആയ ഡോക്ടർ മീനാക്ഷി കസേരയിൽ നിന്നും മാറാൻ തയ്യാറായില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഉത്തരവോ നിർദ്ദേശമോ ലഭിക്കാതെ
താൻ കസേര ഒഴിഞ്ഞു തരില്ലെന്ന നിലപാടിൽ ഡോക്ടർ മീനാക്ഷി ഉറച്ചു നിന്നു. ഇതോടെയാണ് ഡോക്ടർ മീനാക്ഷി പോലീസിനെ വിളിച്ചത്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.